പുതിയ കൂടിക്കാഴ്ചകൾ, പുതിയ കാഴ്ചകൾ, പുതിയ അനുഭവങ്ങൾ, കുറച്ച് സാഹസികതകളും നിറഞ്ഞതാണ് ഇന്നത്തെ യാത്ര. കൂടാതെ റോയൽ എൻഫീൽഡ് ആൻഡ് കോൺകോർഡ് റൈഡേഴ്സ് കോട്ടയം ഓർഗനൈസ് ചെയ്ത ഒരു യാത്ര കൂടിയാണ്. വെളുപ്പിനെ 5 മണിക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ നിന്നായിരുന്നു ഫ്ലാഗ് ഓഫ്. അവിടെ നിന്നും 5:30-ക്ക് യാത്ര പുറപ്പെട്ട് 8 മണിയായപ്പോൾ വണ്ണപ്പുറത്തെത്തി പ്രഭാത ഭക്ഷണവും കഴിച്ച് അവിടെ നിന്ന് നേരെ രാമക്കൽമേട് ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത യാത്രകളിലൊന്നാണ് ഈ യാത്ര. പലപ്പോഴും ഒറ്റയ്ക്കും കൂട്ടായും യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഗ്രൂപ്പ് റൈഡ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ നേരിട്ട് കാണുക. എനിക്കൊരുപാട് സന്തോഷം നൽകിയ ഒന്നാണ് ഈ യാത്ര. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനൊരു യാത്ര ചെയ്യണം കേട്ടോ. ഒരു പോയിന്റ് അത് നമുക്ക് ഇനിയുണ്ട് അപ്പുറത്ത്. ഇതാണ് അവിടെ നിന്ന് അപ്പുറം കണ്ട മല, അതാണ് ആമപ്പാറ. അതിൻ്റെ അടിവഴിയാണോ പോകുന്നത്? അടിവഴിച്ചത് നമുക്ക് ജീപ്പുകൾ ഇറങ്ങി വരുന്നതാണ്. ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടല്ലേ. മറ്റേ വണ്ടിക്കാർ ആദ്യം വിട്ടങ്ങ് പോയല്ലേ. ബൈക്ക് ഞാൻ ആദ്യമേ കയറിയല്ലേ നമുക്ക്. വൈകിട്ട് മഴ തണുപ്പുണ്ടോ? വൈകിട്ട് മഴ തണുപ്പുണ്ടല്ലേ. മഴ പെയ്താൽ തീർന്നു. ഭയങ്കര മഞ്ഞല്ലേ. അല്ലല്ല, ഇപ്പൊ മഴ പെയ്താൽ വണ്ടി ഇറക്കാൻ പറ്റില്ല. ആണോ? തെന്നുമല്ലേ? തെന്നി പോവല്ലേ? 4 വീലാന്ന് കൊണ്ടുപോലും നമുക്ക് നോക്കുമ്പോ ഒരു ചെറിയ ഇറക്കമല്ലേ കാണുന്നത്. വണ്ടി ആ വണ്ടി ഇറക്കം ഇറങ്ങുന്ന വണ്ടി കോപ്പിക്കാത്ത പോയിട്ടില്ല. ആണോ? വെളിയിൽ മഴയത്ത് ഈ മണ്ണ് ഒരുമാതിരി പശ പോലത്തെ മണ്ണല്ലേ? വെള്ളം മേളിൽ വണ്ടി നിക്കത്തില്ല. നമുക്ക് തിരിക്കുന്നോട് കളയല്ലേ, വണ്ടി തിരിച്ചാലും പശ പോലെ കിടക്കത്തില്ലേ ഈ ഇവിടുത്തെ മണ്ണ് അല്ലേ? ഇവിടം തൊട്ട് കേരള തമിഴ്നാട് ബോർഡർ ആണോ? ഇവിടെ കണ്ടോ? ഇനി ഇവിടം തൊട്ട് കേരള തമിഴ്നാട് ബോർഡർ. ഇനി നിങ്ങൾക്ക് കാണിക്കുന്ന റേഞ്ച് ഒക്കെ തേനിയാണ്. ആണോ? അത് ശരി. നമ്മുടെ തമിഴ്നാട്ടിലോട് കടക്കുവാണോ? നമ്മുടെ എന്തോ തമിഴ്നാട് റോഡിന്റെ സൈഡ് തമിഴ്നാട്, റൈറ്റ് സൈഡ് കേരളം. തമിഴ്നാട്ടിലെ എരുമേനൊക്കെ ഒരാ വഴിയാണ് പോയത് ബൈക്ക്. അത് രാമയുടെ ഷേപ്പിൽ ആ കല്ല് ഇരിക്കണം. ആണോ? ശരിക്കും അപ്പുറമല്ലായിരുന്നു വഴി. ക്ലാസ് കിട്ടിയിട്ടോ? ഇപ്പൊ ഇതിലേ പോകുന്നതൊക്കെ വഴിയല്ലേ? പോയി വഴി തെറ്റിയോ? എവിടത്തേക്ക് ചോദിച്ചേ? നമ്മൾ തിരിച്ച് ഇതുവഴി ഒരു ഓപ്ഷൻ ഉണ്ട് ഇറങ്ങാനായിട്ട് നമുക്ക്. അല്ലാതെ പിന്നെ ജീപ്പ് മാത്രമായിട്ടാണെങ്കിൽ നമുക്ക് അപ്പുറത്തൊരു നല്ല അഡ്വഞ്ചർ വഴിയുണ്ട്. പക്ഷെ ബൈക്ക് അതുവഴി ഇറങ്ങത്തില്ല. അമ്മമാരത് കയറിയല്ലേ കുട്ടുപോലെ കയറുന്ന കുഴപ്പമില്ല. ഇറങ്ങുന്ന ഈ ബൈക്ക് കയറാനായിട്ട് ഒരു പ്രശ്നമില്ല. കയറിപ്പോ തിരിച്ചിറങ്ങുമ്പോൾ വണ്ടി ഉണ്ടോ നോക്കിയിട്ട് കയറി പോകാൻ പറഞ്ഞാൽ ഞങ്ങളങ്ങനെ കുന്നും മലയും താണ്ടി ആമപ്പാറയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു അഡ്വഞ്ചറുണ്ട്. അതായത് ആമപ്പാറയുടെ ഇടയിലൂടെ ഞെരിഞ്ഞമർന്ന് അതിനിടയിലൂടെ ഇഴഞ്ഞ് നിരങ്ങി വേണം കയറി വരാൻ. സാഹസിക സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്ടിലെ ആമപ്പാറ.
ഈ പാറ ഒന്ന് ഞെരുങ്ങിയിരുന്നു. അയ്യോ വണ്ടി ഇറക്കി രണ്ടു ബാക്കി വലിച്ചു വരാമല്ലോ. ഞാനേ ഇപ്പൊ ആമപ്പാറല്ലോ ഒരു അരമണിക്കൂർ വലിയ പിള്ളേർ കയറി പൊതിക്ക് പോരും. കിടന്നോ നിങ്ങള് തല ഇടിക്കല്ല അണ്ണാ പുഷം പിടിക്കുവാണോ? ഒക്കെ തല നോക്കണ്ട, അടി കഴിച്ച് മതി. അവിടെ തിരിഞ്ഞായിരുന്നു കയറണ്ടേ, അന്ന് കുറച്ച് എളുപ്പമായിരുന്നു. പിന്നെ ഇനി ഇഷ്ടം പോലെ ആൾക്കാരില്ലേ. ഇവിടെ നിൽക്കാ ആ എല്ലാരും പറിച്ച് തിന്നുന്നുണ്ട്. സീ ലെവലിൽ നിന്നും ഏകദേശം 3600 അടി ഉയരത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. 17 പേരാണ് ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്തത് കേട്ടോ. അയ്യോ, ഈ പാറപ്പുറത്ത് നിൽക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് വേണം നിൽക്കാൻ, ഇല്ലെങ്കിൽ കാറ്റ് കൊണ്ടുപോകും. വളരെ ശക്തമായി കാറ്റടിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ ആ താഴെ കാണുന്ന സ്ഥലം അത് തമിഴ്നാടാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിനി ഞങ്ങൾ പോകുന്നത് നേരെ കാറ്റാടിപ്പാറയിലേക്കാണ്. അപ്പം ചെറിയൊരു ഓഫ് റോഡും കണ്ട് നമുക്കിനി അങ്ങോട്ട് മുമ്പോട്ട് പോകാം അല്ലേ. ആ 2 ബൈക്ക് ഇറങ്ങിയിട്ടുള്ളൂ. മൂന്നാമത്തെ ഇറങ്ങി വരുന്നു. ഇല്ല ഇറങ്ങിയിട്ടില്ലേ. ഒരെണ്ണം കൂടെ വരുന്നുണ്ടേ. ബൈക്ക് മുകളിലോട്ട് കയറ്റിക്കൊണ്ട് പോകാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ഇറക്കാനായിട്ടാണ് വളരെ പാട്. നമുക്ക് തോന്നും വളരെ സിമ്പിളായിരിക്കുന്നു, പക്ഷേ ഹെവിയാണ്, ഡേഞ്ചറാണ്. താഴോട്ട് നല്ല കുത്തിറക്കമാണ്. എക്സ്പീരിയൻസ് ഇല്ലാതെ ഇറക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും, നല്ല പണി.
അയ്യോ അടിപൊളി. നോക്കി ഇറങ്ങണേ. നമ്മുടെ കൂട്ടുകാരാ വെച്ചു കൊടുക്കുമോ? ചേട്ടനൊക്കെ വെച്ചിട്ടുണ്ട്. ആ ചേട്ടൻ പറഞ്ഞ കേട്ടല്ലോ, ബൈക്ക് കൊണ്ട് പോകുന്നവർ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ജീപ്പ് ഇങ്ങനെ കൊണ്ട് വെച്ച് തരും. ആ ചേട്ടൻ പറഞ്ഞു അതാണ്. അപ്പം വളരെ ശ്രദ്ധിച്ച് വേണം കയറി പോകാൻ കേട്ടോ. നടുക്കൂടെ വരും. അതിൽ മണ്ണ കേട്ടില്ല. പോയി. അതേ ചവിട്ടണ്ട. അവിടെ കല്ലുണ്ടേ. അതാ പറഞ്ഞേ, വണ്ടിക്ക് ഭയങ്കര വെയിറ്റ് ആന്നേ. വെയിറ്റ് മാത്രമല്ലേ, പൊക്കം കൂടുതലാ. ഇതിനൊക്കെ ഞങ്ങളുടെ മെറ്റിയോർ അതാ പൊളിയാ. രണ്ട് കാലം പറന്നില്ല. ഉളുപ്പുണ്ണി ഓഫ് റോഡ്. പിന്നെ ഞാനും പോയിട്ടുണ്ടെന്നേ. ഉളുപ്പുണ്ണി എത്ര കിലോമീറ്റർ ചങ്കുവാ വിളിച്ച് കയറി വന്നു. സാധനം കേറും വണ്ടി, ഇവിടെ കേറും. പക്ഷെ അടി തട്ടുന്നോണ്ടാവും ഏറ്റാ. ഞാൻ എനിക്ക് ഒറ്റ സങ്കടമുണ്ട്. മിഷലിന്റെ പുതിയ ടയർ മേടിച്ചിട്ട് അതിനകത്ത് ഒരു തുള വീണു. അയ്യോ കല്ലടിച്ചിട്ട്. അയ്യോടാ. ഓഫ് റോഡെല്ലാം കഴിഞ്ഞ് നേരെ താഴെ വന്ന് ഞങ്ങളൊരു ഹോട്ടലിൽ നിന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ച് നേരെ കാറ്റാടിപ്പാറ വന്നിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ കുറച്ച് വ്യൂസൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്.
എൻഫീൽഡ് ആൻഡ് കോൺകോർഡ് റൈഡേഴ്സ് കോട്ടയം അഡ്മിൻ രൂപക്കിനും ഈ യാത്രയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഈ യാത്രയിൽ എനിക്ക് കുറച്ച് നല്ല സൗഹൃദങ്ങളും കുറച്ച് നല്ല എക്സ്പീരിയൻസും കിട്ടി. നന്നായി എൻജോയ് ചെയ്യാനും പറ്റി. കാറ്റാടിപ്പാറയിലേക്ക് 2 KSRTC ബസ് ഉണ്ടായിരുന്നു, ഉല്ലാസയാത്രയുടെ. അതുപോലെ തന്നെ 2 ബസ്സിനകത്ത് നിറച്ച ആളുകളുമായിട്ടാണ് അവർ വന്നത്. അപ്പോൾ ബസ്സിന് വരാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും വരാം, വന്ന് കണ്ട് എൻജോയ് ചെയ്ത് അങ്ങ് പോകാം കേട്ടോ.